മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇ.പി. ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കട്ടൻ ചായയും പരിപ്പുവടയും അത്തരമൊരു ആത്മകഥ താൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നതേയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നടക്കുന്നത്. എന്താണ് ഈ ആത്മകഥയുടെ പിന്നിലെന്നാണ് തോന്നുന്നത്? ആത്മകഥ ഇ.പി. ജയരാജൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ആത്മകഥ എഴുതാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമാണ് DC ബുക്സ്. ആ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം അതിൻ്റെ ക്രെഡിബിലിറ്റി സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ പാർട്ടി നേതൃത്വത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം പറഞ്ഞ സത്യങ്ങൾ അദ്ദേഹം വിഴുങ്ങാൻ തയ്യാറായത്. അദ്ദേഹം പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് കുറച്ച് കാലമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ജവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ തന്നെ. BJPയുമായിട്ടുള്ള പാലം അങ്ങനെയാണല്ലോ അദ്ദേഹം പണിയാൻ തീരുമാനിച്ചത്. ഇത്തരമൊരു സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കും? DC ബുക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമല്ലേ അത്? അദ്ദേഹം വളരെ നിരാശനാണെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയുമായിട്ട് പിണങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ LDFൻ്റെ കൺവീനർ സ്ഥാനത്ത് നീക്കി അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. ഇതൊക്കെ വരുമ്പോൾ അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേയായിട്ട് അദ്ദേഹത്തിന് വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനിന്ന് നോക്കിക്കാണുന്നത്. ഇതിനകത്ത് രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്, ഒപ്പം തന്നെ സരിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഈ വിവാദങ്ങളെല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമോ ഇനി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതുമാണ് നോക്കുന്നത്. എന്താണ് തോന്നുന്നത്? ആ പുസ്തകത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ തന്നെ നമ്മുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഈ നാട്ടിലെ BJPയുടെ ഒരു നേതാവുണ്ട്, ഒരു പ്രശസ്തമായ ചാനൽ നടത്തുന്ന ആൾ. അദ്ദേഹമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളുണ്ട്. അതേക്കുറിച്ച് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ടോ എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. വ്യാപാര ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. സാർക്ക് പേര് പറയുന്നതിൽ തടസ്സമുണ്ടോ? തടസ്സമൊന്നുമില്ല, എനിക്ക് തടസ്സമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ. എന്തായിരിക്കും ഇനി ഇ.പി. ജയരാജന് മുന്നോട്ടുള്ള പോക്ക്? CPM പറയുന്നത് പ്രസിദ്ധീകരിക്കാത്ത ഇ.പി. ജയരാജനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയും ഇ.പി. ജയരാജനുമുള്ള മുന്നോട്ടുള്ള പോക്ക് എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? അതേക്കുറിച്ച് ഞാനൊരു പ്രവചനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും പാർട്ടിക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നു, പ്രസിദ്ധീകരിച്ചില്ല എന്ന് പറഞ്ഞു. അവിടെ പാർട്ടി ചാടി വീണിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയ്ക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ല എന്ന കാര്യം. അപ്പം തീർച്ചയായിട്ടും ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറെന്ന് പറഞ്ഞ പോലെ ഒരു ചീഞ്ഞു നാറ്റം തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. ഓക്കെ, താങ്ക് യു. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.